ദേശീയപാത 85ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാനുള്ള സർക്കാർ ഇടപെടൽ വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. റോഡ് കടന്നുപോകുന്ന ഭാഗം വനമല്ലെന്ന് കാണിച്ച് കോടതിയിൽ സർക്കാർ തിരുത്തൽ സത്യവാങ്മൂലം നൽകുന്നത് വൈകിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അടിമാലി ഇരുമ്പുപാലത്ത് ദേശീയപാത ഉപരോധിച്ചു. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിച്ചത് സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത 85ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ ജോലികൾ നിലച്ചിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. നിർമ്മാണ പ്രതിസന്ധിയിൽ പരിഹാരം കാണുന്നത് വൈകുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ കോടതിയിൽ ഉണ്ടാകേണ്ട സർക്കാർ ഇടപെടൽ വൈകുന്നുവെന്ന ആക്ഷേപം ശക്തമായിട്ടുള്ളത്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ റോഡ് കടന്നുപോകുന്ന ഭാഗം വനമല്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ സർക്കാർ കോടതിയിൽ ഹാജരാക്കണമെന്നും വിഷയത്തിൽ മുമ്പ് സർക്കാർ കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം തിരുത്തി നൽകാൻ തയ്യാറാകണമെന്നുമാണ് ആവശ്യം. ഈ ആവശ്യമുയർത്തിയായിരുന്നു കോൺഗ്രസ് അടിമാലി ഇരുമ്പുപാലത്ത് ദേശീയപാത ഉപരോധിച്ചത്. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. തങ്ങളെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ചുമതലയിൽ നിന്നും ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, കാരണം സംസ്ഥാന ഗവൺമെന്റിന്റെ നിസ്സഹകരണം ഈ കാര്യത്തിൽ അടിമുടി ഉണ്ടായിരിക്കും. ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടിയതായ കാലാവധി അനുവദിച്ചിട്ടുള്ളത് ഈ ഒക്ടോബർ മാസമാണ്. അപ്പോൾ അനുവദിച്ച കാലപരിധിക്കുള്ളിൽ അതിന്റെ ജോലികൾ പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ അവരെ നിരുപാധികം വിടുതൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിച്ചത് സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തി. ഉപരോധ സമരത്തെ തുടർന്ന് ദേശീയപാതയിൽ അരമണിക്കൂറോളം സമയം ഗതാഗതം തടസ്സപ്പെട്ടു. കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു P. കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. നിരവധി കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും മറ്റ് പോഷക സംഘടനാ ഭാരവാഹികളും പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ദേശീയപാത വിഷയത്തിലുള്ള കേസ് മുമ്പ് കോടതിയിൽ പരിഗണിച്ചപ്പോൾ റോഡ് കടന്നുപോകുന്ന ഭാഗം വനമല്ലെന്ന് സർക്കാർ പ്രതിനിധി കോടതിയെ വാക്കാൽ അറിയിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യം രേഖാമൂലം നൽകണമെന്ന് കോടതി അറിയിക്കുകയും ചെയ്തു. സർക്കാർ ഈ തിരുത്തൽ സത്യവാങ്മൂലം നൽകുന്നത് വൈകിപ്പിക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. സിറ്റി വിഷൻ, അടിമാലി.